Hello everyone, welcome back to our channel A Pinch of Love by Lakshmi. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഒരു ഗെറ്റപ്പ് ഒക്കെ മാറിയിട്ടുണ്ട്. സാധാരണ നമ്മൾ പുറത്ത് നിന്നാട്ട വീഡിയോ ഒക്കെ എടുക്കാറ്, പക്ഷെ ഇന്ന് ഞാൻ അകത്തേക്കാക്കി, കാരണം മക്കള് പുറത്തിരുന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ അവർ നല്ല ഒച്ചപ്പാടും ബഹളമുണ്ട്. കൂടാതെ നമ്മൾ ഇരുന്ന് ഒന്ന് കംഫർട്ടൊക്കെ ആയിട്ട് ഇരുന്ന് സംസാരിക്കാം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഇരുന്ന് സംസാരിക്കേണ്ട ഒരു വീഡിയോ. അപ്പൊ അതുകൊണ്ട് ഞാൻ വലിയ സമാധാനമായിട്ട് ഇരുന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഗെറ്റപ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്നുള്ളത് നിങ്ങൾക്ക് തംബ്നെയിൽ കൂടെ മനസ്സിലായിട്ടുണ്ടാവും. പലർക്കും ഉള്ളൊരു പ്രശ്നമാണ്, മാർക്കറ്റിൽ ഒരുപാട് ഷാംപൂസ് അവൈലബിൾ ആയിട്ടുണ്ട്. വലിയ വലിയ ബ്രാൻഡ്സിന്റെ ഷാംപൂസ് ഉണ്ട്, എന്നാൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഷാംപൂസ് ഉണ്ട്, ഷാംപൂ ബാർസ് ഉണ്ട്. ഇതിൽ ശരിക്കും ഏത് ഷാംപൂ ആണ് നല്ലത്? നിങ്ങളുടെ മുടിയിലെ പ്രശ്നങ്ങളായ ഡാൻഡ്രഫ്, മുടി കൊഴിച്ചില്, മുടി പൊട്ടിപ്പോവല്, ഡ്രൈ സ്കാൽപ്പ്, ഇതിനെല്ലാം പരിഹാരമായിട്ട് ഏത് ഷാംപൂ ആണ് ഞാൻ യൂസ് ചെയ്യേണ്ടത് എന്ന് പലർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ ആട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹെയർ ടൈപ്പിനും സ്കാൽപ് ടൈപ്പിനും അനുസരിച്ച് എങ്ങനെ ശരിയായ ഷാംപൂ നമുക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. നമ്മൾ തെറ്റായ ഷാംപൂ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മുടിയിലുള്ള പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. അപ്പൊ എങ്ങനെ നമുക്ക് ശരിയായ ഷാംപൂ തിരഞ്ഞെടുത്ത് നമ്മുടെ മുടി ഉള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. കൂടാതെ നമ്മളെ ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്തോളൂ, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ കമന്റ് ബോക്സിലും നിങ്ങൾ അയച്ചോളൂ, ഞാൻ തീർച്ചയായിട്ടും കമന്റ്സ് എല്ലാം അയക്കുന്നതാണ്, റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻട്രോ നൽകാണ്ട് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നമ്മുടെ സ്കാൽപ്പ് എന്ത് ടൈപ്പ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഷാംപൂ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് ടൈപ്പ് അനുസരിച്ച് നമ്മൾ ഷാംപൂ സെലക്ട് ചെയ്യണം. ഷാംപൂ എന്ന് വെച്ചാൽ എന്താണ്? അതൊരു ക്ലെൻസിങ് ഏജന്റ് ആണ്. നമ്മുടെ സ്കാൽപ്പിലുള്ള എക്സസ് ആയിട്ടുള്ള ഡേർട്ടും പിന്നെ ഓയില്, അതുപോലെ തന്നെ നമ്മൾ പല പല പ്രോഡക്ട്സ് ഉപയോഗിച്ച് അതിന്റെ പ്രോഡക്റ്റ് ബിൽഡപ്സ് അതൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്ലെൻസിങ് ഏജന്റ് ആണ് നമ്മുടെ ഷാംപൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നോർമൽ സ്കാൽപ്പ് ആണെങ്കിൽ നമുക്ക് ഷാംപൂ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ നിങ്ങൾക്കൊരു ഡ്രൈ സ്കാൽപ്പ് അല്ലെങ്കിൽ ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഷാംപൂ വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്കാൽപ്പ് ടൈപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറയാട്ടോ. ഫസ്റ്റ് സ്കാൽപ്പ് ടൈപ്പ് എന്ന് പറയുന്നത് ഓയിലി സ്കാൽപ്പാണ്. ഓയിലി സ്കാൽപ്പ് ടൈപ്പുകാർക്ക് എന്നും വാഷ് ചെയ്യണം, അല്ലെങ്കിൽ മുടി ഭയങ്കര ഒട്ടിയായിട്ടിരിക്കുന്നു, ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുന്നു എന്ന് പറയാറുണ്ട് കേട്ടോ. ഈ ഓയിലി സ്കാൽപ്പുകാർ ഒരു പ്രശ്നം ചെയ്യാൻ പെട്ടെന്ന് അവർക്ക് ഡാൻഡ്രഫ് വരും. കാരണം ഈ ഓയിൽ അവർക്ക് എക്സസ് ആയിട്ട് സെബം പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം ഈ സെബവും പിന്നെ നമ്മുടെ സ്കാൽപ്പിലുള്ള ഡെഡ് സ്കിൻസ് എല്ലാം കൂടി അതൊരു ഡാൻഡ്രഫ് ആയിട്ട് മാറുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ ഷാംപൂ തിരഞ്ഞെടുക്കുമ്പോൾ വോളിമൈസിങ്, സ്ട്രെങ്തനിങ്, ബാലൻസിങ് എന്നിങ്ങനെ മെൻഷൻ ചെയ്തിട്ടുള്ള ഷാംപൂസ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. കാരണം ആ ടൈപ്പുള്ള ഷാംപൂസിൽ സ്കാൽപ്പിന് മോയ്സ്ചറൈസിങ് നൽകുന്ന ഏജന്റ് ഉണ്ടാവില്ല. അപ്പൊ അത് മോയ്സ്ചറൈസിങ് നൽകാണ്ട് ജസ്റ്റ് നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ചെയ്ത് പോവുകയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്മൂത്തനിങ്, ഹൈഡ്രേറ്റിംഗ്, മോയ്സ്ചറൈസിങ് എന്നിങ്ങനെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഷാംപൂസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം അത് നമ്മുടെ സ്കാൽപ്പിന് കുറച്ചും കൂടി മോയ്സ്ചറൈസ് ചെയ്യുക അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ അത്രയും ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് റിമൂവ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഷാംപൂ തിരഞ്ഞെടുക്കുമ്പോൾ വോളുമൈസിങ്, സ്ട്രെങ്തനിങ്, അതുപോലെ തന്നെ ബാലൻസിങ് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള ഷാംപൂ തിരഞ്ഞെടുക്കുക. കൂടാതെ ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് ക്ലാരിഫയിങ് ഷാംപൂസ് അവൈലബിൾ ഉണ്ട്. ഈ ഷാംപൂസ് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ യൂസ് ചെയ്യുക. ക്ലാരിഫയിങ് ഷാംപൂസ് വെച്ച് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ബിൽഡപ്സും അതുപോലെ തന്നെ ഡെഡ് സ്കിൻസ് എല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഷാംപൂ ആണ് ക്ലാരിഫയിങ് ഷാംപൂ. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്യുക. പക്ഷെ ഇത് എക്സസ് ആയിട്ട് യൂസ് ചെയ്യരുത്. കാരണം എക്സസ് ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആക്കുന്ന ഒന്നാണ് ഈ ഒരു ക്ലാരിഫയിങ് ഷാംപൂ. അപ്പോൾ എക്സസ് ആയിട്ട് യൂസ് ചെയ്തത്. കൂടാതെ നമ്മൾ ഷാംപൂ ഉപയോഗിച്ച ശേഷം നമ്മൾ പലരും കണ്ടീഷണർ ഉപയോഗിക്കുന്നുണ്ട്. കണ്ടീഷണർ ഈ ഓയിലി സ്കിന്നാര് ഒരിക്കലും നമ്മുടെ സ്കാൽപ്പിൽ കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മുടെ മുടിയുടെ നടുഭാഗത്ത് നിന്ന് മാത്രമേ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. മറ്റൊരു ടൈപ്പ് സ്കാൽപ്പാണ് ഡ്രൈ സ്കാൽപ്പ് എന്ന് പറയുന്നത്. നമ്മൾ എക്സസ് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈ ക്ലൈമറ്റിലുള്ളവർക്കൊക്കെ കൂടുതലും കാണുന്ന ഒന്നാണ് ഡ്രൈ സ്കാൽപ്പ്. ഡ്രൈ സ്കാൽപ്പിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ
സ്കാൽപ്പ് ഭയങ്കര ഇച്ചി ആയിരിക്കും. അതുപോലെ തന്നെ ഡ്രൈ സ്കാൽപ്പ് കാരണം നമ്മൾ ചെറിയ ചെറിയ ഫ്ലേക്സുകൾ ഉണ്ടാവാനൊക്കെ കാരണമാണ് ഈ ഡ്രൈ സ്കാൽപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈ സ്കാൽപ്പുകാർക്ക് പറ്റിയ ഷാംപൂ എന്ന് പറയുന്നത് മോയ്സ്ചറൈസിങ് അല്ലെങ്കിൽ സ്മൂത്തനിങ് ഓർ ഹൈഡ്രേറ്റിംഗ് ഇങ്ങനെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഷാംപൂസ് ആണ് ഈ ഡ്രൈ സ്കാൽപ്പുകാർക്ക് നല്ലത്. കൂടാതെ ഈ ഒരു ഷാംപൂവിൽ അലോവേര, എഗ് പ്രോട്ടീൻ, സോയ മിൽക്ക്, ഗ്ലിസറിൻ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈപ്പ് ഓഫ് ഷാംപൂ ആണ് ഇത് ഡ്രൈ സ്കാൽപ്പുകാർക്ക് കേട്ടോ. ഈ ഡ്രൈ സ്കാൽപ്പുകാർ നമ്മൾ പറയുന്ന പോലെ വോളുമൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുന്ന, ബാലൻസ് ചെയ്യുന്ന ഷാംപൂസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. കാരണം ഇത് നമ്മുടെ സ്കാൽപ്പിലുള്ള എക്സസ് ഓയിലും കൂടി അവർ ക്ലീൻ ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നുകൂടി ഡ്രൈ ആക്കും. അപ്പോൾ എപ്പോഴും മോയ്സ്ചറൈസിങ്, ഹൈഡ്രേറ്റിംഗ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്ന ഷാംപൂസ് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. സ്കാൽപ്പ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റാണ് നമ്മുടെ ഹെയർ ടൈപ്പ് എന്ന് പറയുന്നത്. പല തരത്തിലുള്ള ഹെയർ ടൈപ്സ് ഉണ്ട്. ഡ്രൈ ഹെയർ, ഓയിലി ഹെയർ, കേളി ഹെയർ, അതുപോലെ തന്നെ കളേർഡ് ചെയ്തിരിക്കുന്ന ഹെയർ, അങ്ങനെ പല ടൈപ്പിലുള്ള ഹെയർസ് ഉണ്ട്. അപ്പോൾ ഡ്രൈ ഹെയർ ഉള്ളവർ എപ്പോഴും കൂടുതലും മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഷാംപൂസ് സെലക്ട് ചെയ്യുക. ഞാൻ നേരത്തെ സ്കാൽപ്പിൻ്റെ പറഞ്ഞ പോലെ തന്നെ മോയ്സ്ചറൈസ്, ഹൈഡ്രേറ്റ് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുള്ള ഷാംപൂസ് നിങ്ങൾ ചൂസ് ചെയ്യുക. കാരണം അത് നമ്മൾ സ്കാൽപ്പിനെ ആയാലും മുടീനെ ആയാലും നന്നായിട്ട് മോയ്സ്ചർ ഏകാനും മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും കാരണം കേട്ടോ. ഈ ഡ്രൈ സ്കാൽപ്പുകാർ നമ്മുടെ ഹെയർ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര ഫ്രിസി ആയിട്ടിരിക്കും, മുടി ഭയങ്കരമായിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മുടെ മുടിയിൽ മോയ്സ്ചർ അടങ്ങിയിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഫോർ ഡ്രൈ ഹെയർ ടൈപ്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള, നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ നല്ല മോയ്സ്ചറൈസിങ് ചെയ്യുന്ന ഷാംപൂസ് സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ഷാംപൂസിൽ സൾഫേറ്റ്സ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ടൈപ്പ് ഷാംപൂസ് അവോയ്ഡ് ചെയ്യുക. കാരണം സൾഫേറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും ഉണ്ടാകുന്ന എക്സസ് ആയിട്ടുള്ള ഓയിൽസ് നന്നായിട്ട് റിമൂവ് ചെയ്യും. അപ്പോൾ അത് ഒന്നുകൂടി നമ്മൾ ഡ്രൈ ആക്കും. അതുകൊണ്ട് സൾഫേറ്റ്സ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഷാംപൂസ് ഈ ഡ്രൈ ഹെയർക്കാർ അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓയിലി ഹെയർ ആണ്. ഓയിലി ഹെയർ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ വോളുമൈസിങ്, സ്ട്രെങ്തനിങ്, ബാലൻസിങ് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുള്ള ഷാംപൂസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. നമ്മൾ മോയ്സ്ചറൈസിങ് കണ്ടന്റ് ഉള്ള ഷാംപൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പിന്നെയും നമ്മുടെ സ്കാൽപ്പിനെ കുറച്ചുകൂടി മോയ്സ്ചർ ആക്കും. അതുപോലെ ഗ്രീസി ആയിട്ട് തോന്നും. നമ്മുടെ ഓയിൽ സ്കാൽപ്പിലും ഹെയറിലുള്ള ഓയിൽ ഒട്ടും അത് റിമൂവ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടിയും അതൊരു ഓയിലി ഹെയർ അല്ലെങ്കിൽ ഓയിലി സ്കാൽപ്പ് ആക്കിയുള്ളൂ. അപ്പോൾ ഈ ഓയിലി സ്കിന്നുള്ളവർ അവരുടെ ഇൻഗ്രീഡിയൻസിൽ സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. കാരണം സൾഫേറ്റ്സ് നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഓയിൽസ് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷാംപൂ സെലക്ട് ചെയ്യുമ്പോൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ സൾഫേറ്റ്സ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. നെക്സ്റ്റ് ടൈപ്പ് ഹെയർ ആണ് കളേർഡ് ഹെയർ എന്ന് പറയുന്നത്. നമ്മൾ കളറൊക്കെ അടിച്ച് നമ്മൾ സ്റ്റൈലാക്കിയ മുടിയാണ്. ആ മുടിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഷാംപൂ യൂസ് ചെയ്തില്ലെങ്കിൽ 2 കുളി കഴിയുമ്പോഴേക്കും നമ്മുടെ കളറൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കളർ ചെയ്തിട്ടുള്ള ഹെയർ ടൈപ്സുകാർ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുക. കാരണം സൾഫേറ്റ് അടങ്ങിയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യുകയാണെങ്കിൽ 2 കുളി കഴിയുമ്പോഴേക്കും നമ്മുടെ കളറൊക്കെ പോവും. കൂടാതെ ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് നമ്മൾ കളർ ചെയ്തിരിക്കുന്ന മുടീനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള ഷാംപൂസ് അവൈലബിൾ ആണ്. അപ്പം അത് നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം അത് നമ്മുടെ pH ലെവല് മെയിൻറ്റെയിൻ ചെയ്യാനും കളർ പോകാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാട്ടോ. അപ്പം നിങ്ങൾ ഷാംപൂസ് സെലക്ട് ചെയ്യുമ്പോൾ അമിനോ ആസിഡ്, സോയ മിൽക്ക് എന്നിവയൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഷാംപൂസ് വേണം നമ്മൾ കളേർഡ് ഹെയർക്കാർ യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ കളേർഡ് ഹെയറിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഷാംപൂസ് അവൈലബിൾ ആണ്. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങും. നെക്സ്റ്റ് ഒരു ഹെയർ ടൈപ്പാണ് ഫൈൻ ഹെയർ എന്ന് പറയുന്നത്. നല്ല സിൽക്കി ആൻഡ് സ്മൂത്ത് ടെക്സ്ചർ ആയിരിക്കും. ഇവർക്ക് ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും കേട്ടോ. ഈ ഫൈൻ ഹെയർക്കാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോളിയം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പെട്ടെന്ന് ഓയിലി ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ ഫൈൻ ഹെയർ അല്ലെങ്കിൽ ഒട്ടും വോളിയം ഇല്ലാത്ത ഹെയർ ഉള്ള ആൾക്കാർ വോളുമൈസിങ് ഹെയർ ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം ഇതിൽ ഹൈഡ്രോലൈസ്ഡ് വീറ്റ് പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടിയിഴകളുടെ ഡയാമീറ്റർ കൂട്ടാനും മുടിക്ക് നല്ല ഉള്ളുള്ള പോലെ അല്ലെങ്കിൽ വോളിയം ഉള്ള പോലെ തോന്നിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഉള്ളില്ല, നല്ല മുടിയൊക്കെയാണ് പക്ഷെ തീരെ ഉള്ളില്ല എന്ന് പറയുന്നവർ തീർച്ചയായിട്ടും വോളുമൈസിങ് ഷാംപൂ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നല്ല ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കുന്ന ഒന്നാട്ടോ ഇത്. അപ്പോൾ വോളുമൈസിങ് ഷാംപൂ ഫോർ ഫൈൻ ഹെയർ.
നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ഒരു ഹെയർ ടൈപ്പ് ആണ് കേളി ഹെയർ എന്ന് പറയുന്നത്. ഇപ്പൊ ഭയങ്കര ട്രെൻഡ് ആയിട്ടിരിക്കുന്ന ഒന്നാണ് കേളി ഹെയർ എന്നത്. ഈ കേളി ഹെയർക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാവരും യൂസ് ചെയ്യുന്ന പോലെ ഷാംപൂസ് ഒന്നും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അവർക്കൊരു പെർട്ടിക്കുലർ ഷാംപൂസ് ഉണ്ട്. ഇവർ യൂസ് ചെയ്യേണ്ട ഷാംപൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഷാംപൂസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് കേളി ഹെയറിന് സൂട്ടബിൾ ആയിട്ടുള്ള ഷാംപൂസ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ റീസെന്റ് ഞാനൊരു പർച്ചേസ് ചെയ്ത ഒന്നാണ് എർത്ത് റിതം എന്ന് പറഞ്ഞ കമ്പനിയുടെ കേളി ഹെയറിന് മാത്രമായിട്ടുള്ള ഒരു ഷാംപൂ ബാർ കേട്ടോ. അത് നമുക്ക് കേളി ഹെയർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നല്ലതാണ്. കൂടാതെ നിങ്ങളിപ്പോൾ ഭയങ്കര ഹ്യൂമിഡിറ്റി, നമ്മുടെ നാട്ടിലൊക്കെ പോലെ നല്ല ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുമെങ്കിൽ നിങ്ങളുടെ കേളി ഹെയർ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അൾട്രാ മോയ്സ്ചറൈസിങ് ഷാംപൂ യൂസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം പെട്ടെന്ന് നമ്മുടെ ഹെയറിലുള്ള മോയ്സ്ചർ പോകാനും ഈ കേളി ഹെയർ ഭയങ്കര ഫ്രിസി ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല മോയ്സ്ചറൈസർ ഏജന്റും നല്ല കണ്ടന്റുള്ള ഷാംപൂ ഉപയോഗിക്കേണ്ടത് കേളി ഹെയർകാർക്ക് അത്യാവശ്യമാണ്. നെക്സ്റ്റ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഷാംപൂ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നാട്ടോ. അതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ആണ്. നമ്മൾ പലരും അതിന്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഒന്നും വായിക്കാറില്ല. കാരണം എന്താണ് നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നത്, നമ്മുടെ തലയിലാണ് പുരട്ടേണ്ടത്. അപ്പൊ അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അവർ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ വായിക്കേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സൾഫേറ്റ്സ്, പാരബൺസ്, മിനറൽ ഓയിൽ അല്ലെങ്കിൽ പെട്രോളിയം കണ്ടന്റ്, ആൽക്കഹോൾ, ഫോമൽഡിഹൈഡ്, എക്സ്ട്രാ ഫ്രാഗ്രൻസ് ഓയിൽ, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഇതൊക്കെ കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ എന്തൊക്കെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഷാംപൂവിൽ അവോയ്ഡ് ചെയ്യേണ്ടത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഓടിപ്പോയി നിങ്ങളുടെ ഷാംപൂവിൽ ഈ ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഈ ഷാംപൂ അവോയ്ഡ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഷാംപൂവിലുണ്ടെങ്കിൽ നമ്മൾ ആ ഷാംപൂ അവോയ്ഡ് ചെയ്യേണ്ടത്. കാരണം ഒരു ഷോർട്ട് ടേം നമുക്ക് നല്ല റിസൾട്ട് വരും. നമ്മൾ ഈ ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല തിളക്കം ഉണ്ടാവും, നല്ല മോയ്സ്ചറൈസിങ് ആണ്, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. പക്ഷെ ലോങ് ടേം വെച്ച് നോക്കുമ്പോഴും മുടി നശിക്കാൻ വേറെ ഒന്നും വേണ്ട. ഇവൻ മുടി നശിക്കാൻ മാത്രമല്ല ഈ സൾഫേറ്റ്സ്, പാരബൺസ് എല്ലാം നമുക്ക് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടെന്ന് വരെയാണ് പഠനങ്ങൾ രേഖപ്പെടുത്തുന്നത്. നമ്മുടെ ഹെൽത്തിനും കൊള്ളില്ല, നമ്മുടെ സ്കിന്നിനും കൊള്ളില്ലാത്ത കാര്യങ്ങളാണ് ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനും ഹാർംഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള ഷാംപൂസ് അവോയ്ഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇൻഗ്രീഡിയന്റ് പോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് പ്രൈസ് എന്ന് പറയുന്നത്. നമുക്കറിയാം നല്ല വിലയുള്ള അല്ലെങ്കിൽ നല്ല ഇൻഗ്രീഡിയൻസ് ഉള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ഷാംപൂസിന് നല്ല വിലയുണ്ട്. അത് സത്യമായ കാര്യമാണ്. കാരണം ഫോർ എക്സാമ്പിൾ ഒരു ഹോം മെയ്ഡ് ആയിട്ട് ഒരാൾ ഒരു ഷാംപൂ ഉണ്ടാക്കുകയാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ്. അവർ ഫ്രാഗ്രൻസ് ഓയിലോ കളറൊന്നും ചേർക്കുന്നില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എസൻഷ്യൽ ഓയിലാണ്. എസൻഷ്യൽ ഓയിലിന് ഫ്രാഗ്രൻസ് ഓയിലിനേക്കാളും വില കൂടുതലാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ക്വാളിറ്റി പ്രൈസ് കൂടും എന്നുള്ളത് വളരെ നഗ്നമായ സത്യമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാം, നമുക്കിപ്പോൾ ആമസോണിലൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഷാംപൂസിനെല്ലാം നല്ല വിലയുണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന എന്ത് ഷാംപൂ ആണ് നോക്കുക. അതിൽ ഇൻഗ്രീഡിയൻസിൽ ഈ പറയുന്ന നമ്മുടെ ഹെയറിന് ദൂഷകരമായ ഇൻഗ്രീഡിയൻസ് കുറവ് ഏതാന്ന് നോക്കുക. അങ്ങനെയുള്ള ഷാംപൂസ് നിങ്ങൾ യൂസ് ചെയ്യുക. കൂടെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന കുറേ നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂസ് ഉണ്ട്. അതായത് നമ്മൾ ദീദി ഷാംപൂ, ഖാദിയുടെ ഷാംപൂസ്, അതുപോലെ തന്നെ മീര ഷാംപൂ ഒക്കെ പഴയ ഷാംപൂസാണ്. അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്ത് നമ്മൾ ഡൗ, പാൻറ്റീൻ, പിന്നെന്താ അങ്ങനെ പറഞ്ഞാൽ വലിയ ബ്രാൻഡുകളുടെ ഷാംപൂസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഷാംപൂസാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ അങ്ങനെ നമ്മൾ അണ്ടർ റേറ്റ് ചെയ്യുന്ന ഷാംപൂസ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കുക. നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്യുക. പ്രൈസും നമ്മൾ കൺസിഡർ ചെയ്യണം. ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിന് പോലെ തന്നെ പ്രൈസ് നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഷാംപൂ നമ്മൾ സെലക്ട് ചെയ്യുക. ഈവൻ നിങ്ങൾക്ക് കാശല്ല പ്രശ്നം, നിങ്ങളുടെ മുടിയാണ് പ്രശ്നമെങ്കിൽ മാർക്കറ്റിൽ ഒരുപാട് വൈഡ് വെറൈറ്റീസ് ഓഫ് നല്ല ക്വാളിറ്റിയുള്ള ഷാംപൂസ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷെ പ്രൈസ് നല്ല കൂടുതൽ തന്നെയായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ട് നിങ്ങൾ അറിയിച്ചോളൂ. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയും ഒരു അടിപൊളി വളരെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.